താൻസെൻ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു താൻസെൻ. അത്ഭുതകരമായ സംഗീതം കൊണ്ട് താൻസെൻ ആസ്വാദകരെ അമ്പരപ്പിച്ചു. വൈകാതെ അദ്ദേഹം ലോകപ്രശസ്തനായി. അതോടൊപ്പം ചിലർക്കൊക്കെ ആ സംഗീതജ്ഞനോട് അസൂയയും വളർന്നു. അസൂയക്കാർ താൻസനെ ഇല്ലാതാക്കാൻ ചില വഴികൾ കണ്ടെത്തി. സംഭവബഹുലമായ താൻസന്റെ ജീവിതകഥ. ഗ്വാളിയോറിനു സമീപമുള്ള ബേഹദിൽ മുകുന്ദറാം മിശ്ര എന്നൊരു ഗായകൻ ജീവിച്ചിരുന്നു. ധനികനും പ്രശസ്തനുമായിരുന്ന അദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ മാത്രം ഈശ്വരൻ നമുക്ക് തന്നില്ല. മിശ്രാജി, ദീപാവലി ആശംസകൾ. ഞങ്ങൾക്കോ? മിശ്രാജി, നിരാശനാകരുത്. ഗ്വാളിയോറിലെ സന്യാസി മുഹമ്മദ് ഗൗസിനെ ചെന്നു കാണൂ, എല്ലാം ശരിയാകും. പിറ്റേന്ന് മിശ്ര ഗൗസിനെ ചെന്നു കണ്ട് കാര്യം പറഞ്ഞു. ഇതാ ഈ ഏലസ് അങ്ങയുടെ പത്നിയുടെ കയ്യിൽ ധരിക്കാൻ പറയൂ. നിങ്ങൾക്കൊരു പുത്രൻ പിറക്കും. വൈകാതെ മിശ്രയ്ക്ക് ഒരു മകൻ പിറന്നു. കേട്ടോ, അവൻ്റെ കരച്ചിലിനു തന്നെ നല്ല ഇമ്പം. അതെ അതെ, ഇവനെ എന്തു വിളിക്കും? നമുക്ക് താൻസെൻ എന്ന് വിളിക്കാം. മിശ്രയെ അഭിനന്ദിക്കാൻ പട്ടണം മുഴുവനും ഒത്തുകൂടി. മധുരപലഹാരങ്ങൾ എല്ലാവർക്കും നൽകി. താൻസെൻ ഒരു കുസൃതി കുട്ടനായി വളർന്നു വന്നു. അ ആ ഇ ഈ കാലി മേയ്ക്കാൻ കാട്ടിൽ പോകുന്നത് അവൻ്റെ ഇഷ്ടവിനോദമായിരുന്നു. എന്തു രസമായിവിടെ! പക്ഷേ അച്ഛൻ അതു പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? മൂ മൂ, കാ കാ, ബൗ ബൗ. നീ ഇതേവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര വിഷമിച്ചെന്നോ. ഞാൻ കാട്ടുമൃഗങ്ങളുടെ കലപില കേട്ടു നിൽക്കുകയായിരുന്നു. അച്ഛാ, സിംഹം അലറുന്നത് എങ്ങനെയെന്നോ? ഗർ ഗർ. അയ്യയ്യോ, സൂക്ഷിക്കണേ. ഒരു ദിവസം പ്രശസ്ത സംഗീതജ്ഞനായ സ്വാമി ഹരിദാസ് ശിഷ്യന്മാരുമൊത്ത് ആ നാട്ടിലൂടെ കടന്നുപോകാനിടയായി. അവർ ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. ഈ വഴിപോക്കരെ ഒന്ന് പേടിപ്പിച്ചു നോക്കാം, നല്ല നേരം പോക്കാവും. ഗർ ഗർ ഗർ. അയ്യോ, ഇത്ര അടുത്തുനിന്ന് അലറുന്നതല്ലാതെ സിംഹത്തെ കാണുന്നില്ലല്ലോ. ആരും ബഹളം കൂട്ടല്ലേ. സേവകൻ കള്ളി പുറത്താക്കി. സ്വാമിജി, ദാ സിംഹത്തെ പിടികിട്ടി. ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്താ നിന്റെ പേര്? താൻസെൻ. ഞങ്ങൾ ശരിക്കും സിംഹമാണെന്നു കരുതി. എനിക്ക് ഈ കാട്ടിലെ സകല മൃഗങ്ങളുടെയും ശബ്ദം കേൾപ്പിക്കാനറിയാം. കുസൃതിക്കാരൻ തന്നെ, പക്ഷേ നല്ല കഴിവുണ്ട്. പഠിച്ചാൽ ഇവനൊരു മികച്ച ഗായകനായി തീരും. താൻസെൻ, എനിക്കു നിന്റെ അച്ഛനെ ഒന്നു കാണണം. ഹരിദാസ് മിശ്രയെ സമീപിച്ചു. അങ്ങയുടെ മകന് സംഗീതത്തിൽ അസാമാന്യമായ കഴിവുണ്ട്. ശിക്ഷണം കൂടി കിട്ടിയാൽ അവൻ കേമനായിത്തീരും. അവൻ്റെ ഭാഗ്യം തന്നെ. സ്വാമിജി, ഞാൻ അവനെ അങ്ങയെ ഏൽപ്പിക്കുന്നു. മോനെ, ഗുരു പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ. നന്നായി വരട്ടെ. പോയി വരട്ടെ അച്ഛാ, പോയി വരട്ടെ അമ്മേ. അങ്ങനെ 10 വയസ്സുകാരൻ താൻസെൻ സ്വാമി ഹരിദാസിൻ്റെ ശിക്ഷണത്തിൽ സംഗീത പഠനം ആരംഭിച്ചു. സാരി ഗ. 11 വർഷം കഴിഞ്ഞ് താൻസെൻ, നിന്റെ അച്ഛന് അസുഖം കൂടുതലാണെന്ന്. ഉടൻ പുറപ്പെട്ടോളൂ. താൻസെൻ വീട്ടിലെത്തി. മോനെ, ഞാൻ സമാധാനത്തോടെയാണ് മരിക്കുന്നത്. കാരണം നീ നിന്റെ വഴി കണ്ടെത്തി. മുഹമ്മദ് ഗൗസിനോട് നമുക്കുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത്. തീർച്ചയായും. അച്ഛൻ മരിച്ച് ഏറെ നാൾ കഴിയും മുമ്പ് താൻസെൻ്റെ അമ്മയും മരിച്ചു. ഉറ്റവരായി താൻസന് സ്വാമി ഹരിദാസും മുഹമ്മദ് ഗൗസും മാത്രം ശേഷിച്ചു. എൻ്റെ വീടിനോടും ഈ കാടിനോടും വിട. ഗുരുജി, മുഹമ്മദ് ഗൗസിനെ കാണാൻ പോകാൻ എനിക്ക് അനുവാദം തരണം. അച്ഛൻ്റെ അവസാന ആഗ്രഹമാണത്. ശരി, പക്ഷേ നിനക്ക് വേണ്ടി ഈ വാതിലുകൾ എന്നും തുറന്നു കിടപ്പുണ്ടാവും. മുഹമ്മദ് ഗൗസിനോടൊപ്പം 2 വർഷത്തോളം താമസിച്ച് താൻസെൻ തൻ്റെ സംഗീത പഠനം പൂർത്തിയാക്കി.
ഗ്വാളിയോറിലെ റാണി മൃഗനയനി വലിയ സംഗീതജ്ഞയെന്ന് പേരെടുത്തിരുന്നു. അവരെ കാണാൻ താൻസന് ആഗ്രഹം തോന്നി. മുഹമ്മദ് ഗൗസിന് റാണിയുമായുള്ള പരിചയം താൻസനെ അവിടെ എത്തിച്ചു. മഹാറാണി, ഇതാണ് താൻസൻ. പിന്നീട്, മഹാറാണി, അവിടുത്തെ പാട്ട് ഗംഭീരം. അങ്ങയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ക്രമേണ താൻസൻ കൊട്ടാരത്തിലെത്തുക പതിവായി. അടിക്കടി താൻസൻ കൊട്ടാരം സന്ദർശിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. റാണിയുടെ ഉറ്റ തോഴിയായിരുന്ന ഹുസൈനിയായിരുന്നു അത്. അവളെൻ്റെ മനസ്സറിയുന്നുണ്ടോ? ആ ശബ്ദം എത്ര സുന്ദരം! തനിക്ക് ഹുസൈനിയെ വിവാഹം കഴിച്ചു തരണമെന്ന് താൻസൻ മുഹമ്മദ് ഗൗസിനോട് അപേക്ഷിച്ചു. വൈകാതെ താൻസൻ ഹുസൈനിയെ വിവാഹം കഴിച്ചു. വിവാഹശേഷം, ഗുരുജിയെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി വരാൻ എനിക്ക് അങ്ങ് അനുവാദം തരണം. പോയി വരൂ മകനേ. നിന്നെ വീണ്ടും കാണാനായതിൽ എനിക്ക് എത്ര സന്തോഷമായെന്നോ. ഇത് സ്വന്തം വീട് പോലെ കരുതണം. അറിയാം ഗുരുജി. സ്വാമി ഹരിദാസിൻ്റെ ശിഷ്യയായി തീർന്ന ഭാര്യയോടൊത്ത് താൻസൻ എന്നും സംഗീത പരിശീലനം നടത്തും. ഒരു ദിവസം മുഹമ്മദ് ഗൗസിൻ്റെ സന്ദേശം ലഭിച്ചു. ഞാൻ രോഗശയ്യയിലാണ്. മരിക്കും മുമ്പ് നിന്നെയൊന്നു കാണണമെന്നുണ്ട്. മുഹമ്മദ് ഗൗസിൻ്റെ അരികിലെത്തിയ താൻസൻ രാവും പകലും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഈ മരുന്ന് കഴിച്ചാലും. മുഹമ്മദ് ഗൗസ് മരിച്ചപ്പോൾ വീടും സ്വത്തുമെല്ലാം താൻസന് നീക്കിവെച്ചു. താൻസനും ഭാര്യയും തങ്ങളുടെ പുതിയ വീട്ടിൽ താമസമാരംഭിച്ചു. യജമാനത്തി അത്താഴം വിളമ്പി അങ്ങയെ കാത്തിരിക്കുന്നു. താൻസൻ അപ്പോഴേക്കും ഏറെ പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. ഗംഭീരം, ആഹാ! വർഷങ്ങൾ കടന്നുപോയി. താൻസന്റെ 4 പുത്രന്മാരും പുത്രിയും പത്നിയും അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് പാടുമായിരുന്നു. ഇളയവനായ വിലാസ് ഖാൻ പിന്നീട് അറിയപ്പെടുന്ന സംഗീതജ്ഞനായി തീർന്നു. വിലാസ്, നീ ഭൈരവി രാഗമൊന്ന് പാടൂ. ശരി അച്ഛാ. താൻസന് റേവാസിലെ മഹാരാജാവായ രാജാറാമിൻ്റെ ആസ്ഥാന ഗായകനാവാനുള്ള ക്ഷണമെത്തിയത് അക്കാലത്താണ്. ഈ ബഹുമതി ഞാൻ സ്വീകരിച്ചിരിക്കുന്നെന്ന് മഹാരാജാവിനെ അറിയിക്കൂ. രാജസദസ്സിൽ ഒരു ദിവസം, താൻസൻ, അക്ബർ ചക്രവർത്തി നമ്മുടെ അതിഥിയായി എത്തുന്നു. നല്ലൊരു കച്ചേരി നടത്തണം. ശരി പ്രഭോ. താൻസൻ പാടിക്കഴിഞ്ഞപ്പോൾ, ആഹാ, ഗംഭീരം തന്നെ. അങ്ങു ഭാഗ്യവാനാണ്. താൻസനെ പോലൊരു ഗായകനെ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ. അക്ബറെ സന്തോഷിപ്പിക്കാൻ ഇതൊരു നല്ല അവസരമാണ്. താൻസൻ ഇനി മുതൽ അവിടുത്തെ ആസ്ഥാന ഗായകനായിരിക്കും. 1556 താൻസൻ ആഗ്രയിൽ എത്തിച്ചേർന്നു. അക്ബറിൻ്റെ രാജധാനിയിലെ നവരത്നങ്ങളിലൊന്നായി താൻസൻ അറിയപ്പെട്ടു തുടങ്ങി. താൻസന്റെ പാട്ടുകൾ കേട്ട് അക്ബർ എന്നും ഉണർന്നെണീറ്റു. താൻസന്റെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും അദ്ദേഹത്തിനു വയ്യെന്നായി. എത്ര ഗംഭീരമായിരുന്നു താങ്കളുടെ സ്വരം. ഇതാ, ഈ രത്നമോതിരം താങ്കൾക്കുള്ളതാണ്. മിക്കപ്പോഴും അക്ബർ താൻസനെ സന്ദർശിച്ചിരുന്നു. കുതിരയെ ഒരുക്കൂ, എനിക്ക് താൻസനെ കാണണം. ചിലപ്പോൾ ചെല്ലുമ്പോൾ താൻസൻ പാടുകയാവും. ചക്രവർത്തി, ശിഷ്, താൻസനെ ശല്യപ്പെടുത്തേണ്ട. ഞാനിവിടെയിരുന്ന് പാട്ടു കേട്ടുകൊള്ളാം. താൻസൻ, ശല്യപ്പെടുത്തരുതെന്ന് കരുതിയതാണ്. പക്ഷേ ആ സംഗീതം എന്നെ ഇളക്കിക്കളഞ്ഞു. ഈ വൈരമാല താങ്കൾക്കിരിക്കട്ടെ. നന്നായി. എൻ്റെ ബുദ്ധിമുട്ടിന് ഈ മാലയൊരു പരിഹാരമാകും. നാളെ തന്നെ ഇതു വിൽക്കാൻ നോക്കണം. താൻസനോട് പലർക്കും അസൂയയായി. അവർ ഒരവസരം നോക്കിയിരുന്നു. അറിഞ്ഞില്ലേ, ചക്രവർത്തി തിരുമനസ് സമ്മാനിച്ച വൈരമാല ഒരു വജ്രവ്യാപാരിക്ക് വിറ്റിരിക്കുന്നു. അവൻ ഇത്തവണ പെട്ടതു തന്നെ. എങ്കിലിനി നാം ഒട്ടും സമയം പാഴാക്കിക്കൂടാ ഷൗക്കത്ത് മിയാൻ. അവർ കാര്യം ചക്രവർത്തിയെ അറിയിച്ചു. ശരിയാണ് പ്രഭോ, വജ്രവ്യാപാരി തന്നെ എന്നോട് പറഞ്ഞു. ഇത് അങ്ങയെ അപമാനിക്കുന്നതിന് തുല്യമാണ്.
ഉടൻ താൻസനോട് വരാൻ പറയൂ. നടന്നതൊന്നും അറിയാതെ താൻസൻ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. താൻസൻ, നാം സമ്മാനിച്ച വൈരമാല താങ്കൾ അണിഞ്ഞു കാണുന്നില്ലല്ലോ. അത് എങ്ങനെയോ നഷ്ടപ്പെട്ടു പ്രഭോ. നഷ്ടപ്പെട്ടെന്നോ? വേഗം അത് കണ്ടെത്തിയില്ലെങ്കിൽ താങ്കൾക്ക് കൊട്ടാര സദസ്സിൽ സ്ഥാനമുണ്ടാവില്ല. താൻസന് ചതി മനസ്സിലായി. എൻ്റെ ശത്രുക്കൾ ജയിച്ചിരിക്കുന്നു. റീവായിലെ മഹാരാജാവിന് എന്നെ രക്ഷിക്കാനായേക്കും. കുതിരയെ ഒരുക്കൂ, എനിക്കുടൻ റീവായിലെത്തണം. അങ്ങനെ താൻസൻ, വീണ്ടും കണ്ടതിൽ നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. വിശേഷിച്ചെന്തെങ്കിലും? പ്രഭോ, അങ്ങ് എന്നെ സഹായിക്കണം. താൻസൻ തൻ്റെ വിഷമാവസ്ഥ വിവരിച്ചു. ഇത്രയുള്ളോ കാര്യം? എങ്കിൽ അതൊക്കെ മറന്ന് ഏതെങ്കിലും അപൂർവരാഗം ആലപിക്കൂ. താൻസൻ എല്ലാം മറന്ന് അപൂർവരാഗങ്ങൾ പാടി. പാടിത്തീർന്നപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ അഭിനന്ദിച്ചു. അത്ഭുതാവഹം! താങ്കളുടെ സംഗീതം മുമ്പെന്നത്തേക്കാളും ഗംഭീരം. ഞാനിതാ താങ്കൾക്ക് എൻ്റെ രത്നപാദുകങ്ങൾ സമ്മാനിക്കുന്നു. അത് എത്രയോ വിലമതിക്കുന്നതാണ്. മഹാഭാഗ്യം തന്നെ. അവരുടെ രാജധാനിയിൽ മടങ്ങിയെത്തിയ താൻസൻ ആ രത്നപാദുകങ്ങൾ ചക്രവർത്തിക്ക് കാഴ്ചവെച്ചു. പ്രഭോ, അവിടത്തെ വൈരമാല എനിക്ക് കണ്ടെത്താനായില്ല. പകരം ഈ രത്നപാദുകങ്ങൾ സ്വീകരിക്കണേ. അപൂർവവും അമൂല്യവുമായ രത്നങ്ങൾ. എൻ്റെ വൈരമാലയ്ക്ക് ഇതിൻ്റെ മൂന്നിലൊന്ന് വിലയുണ്ടാവില്ല. ഞാൻ താങ്കളോട് ചെയ്തത് തെറ്റായിപ്പോയി. താൻസൻ, ആ വൈരമാല വിലപിടിപ്പുള്ളതു തന്നെ. പക്ഷേ അങ്ങയുടെ സംഗീതത്തിന് വിലമതിക്കാനാവില്ലെന്ന കാര്യം ഞാൻ മറന്നുപോയി. ക്ഷമിക്കണം. അവിടുന്ന് എന്നോട് ക്ഷമ ചോദിക്കുകയോ? നമ്മുടെ പദ്ധതിയാകെ പാളി. രാജാവും താൻസനും വീണ്ടും ഒന്നായി. ഗൂഢാലോചനക്കാർ നിരാശരായി. പക്ഷേ താൻസനെ നശിപ്പിക്കാതെ എനിക്ക് വിശ്രമമില്ല. വഴിയുണ്ട്. അയാളെ കൊണ്ട് ദീപകരാഗം പാടിക്കണം. സ്വയം വെന്ത് വെണ്ണീറായിക്കൊള്ളും. കൊള്ളാം, നല്ല സൂത്രം. അടുത്ത ദിവസം ഷൗക്കത്ത് മിയാൻ താൻസന്റെ കഴിവിനെ പരസ്യമായി വെല്ലുവിളിച്ചു. തിരുമനസേ, ഒരു പാട്ടുകാരൻ തൻ്റെ വൈദഗ്ധ്യം തെളിയിക്കേണ്ടത് ദീപകരാഗം പാടിയാണ്. താൻസന് അതു സാധിക്കും, സംശയിക്കുകയേ വേണ്ട. താൻസൻ, നമുക്ക് താങ്കൾ ദീപകരാഗം പാടുന്നത് കേൾക്കണം. പക്ഷേ ഇതൊരു ആജ്ഞയാണ് താൻസൻ. താൻസന് അപകടം മനസ്സിലായി. പക്ഷേ എങ്കിലെനിക്ക് 2 ആഴ്ച സമയം തരണം. ഇതിൽ നിന്ന് രക്ഷ നേടാൻ അവനെക്കൊണ്ടാവില്ല. ഇക്കുറി ഞാൻ പെട്ടതു തന്നെ. ദീപകരാഗത്തിൻ്റെ ചൂടിൽ ശരീരം കത്തിക്കരിഞ്ഞു പോകും. അവരുടെ മുഖത്തെ സന്തോഷം വെറുതെയല്ല. വൈകാതെ താൻസൻ ഒരു വഴി കണ്ടെത്തി. ദീപകരാഗം ഞാൻ പാടുമ്പോൾ അതിനൊപ്പം ആരെങ്കിലും മേഘരാഗം പാടിയാൽ മേഘരാഗം പെയ്യിക്കുന്ന മഴ ചൂടിൽ നിന്ന് രക്ഷ നൽകും. പക്ഷേ ആര്? എൻ്റെ മകൾ സരസ്വതിക്കും സ്വാമിജിയുടെ ശിഷ്യ രൂപവതിക്കും ഒരുപക്ഷെ അതിന് കഴിഞ്ഞേക്കും. 2 ആഴ്ച കൊണ്ട് മേഘരാഗത്തിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടണം. എന്നെ രക്ഷിക്കാൻ അതുമാത്രമാണൊരു വഴി. ഞങ്ങൾ ശ്രമിക്കാം അച്ഛാ. താൻസന്റെ വിദഗ്ധ ശിക്ഷണത്തിൽ അവർ രാപ്പകൽ പരിശീലനം തുടർന്നു. 15-ാം ദിവസം. നിങ്ങൾ വിജയിക്കുമെന്നാണെൻ്റെ പ്രതീക്ഷ. പക്ഷേ വിളക്കുകൾ കത്തിത്തുടങ്ങുന്ന നിമിഷം പാടിത്തുടങ്ങാൻ മറക്കരുത്. ശരി അച്ഛാ, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താൻസന്റെ പ്രകടനത്തെക്കുറിച്ച് രാജഭടന്മാർ നഗരത്തിൽ വിളംബരം നടത്തി. ഇന്ന് ചക്രവർത്തി തിരുമനസിനു മുന്നിൽ താൻസൻ ദീപകരാഗം ആലപിക്കുന്നു. ദീപകരാഗത്തിന്റെ അത്ഭുത ശക്തിയിൽ വിളക്കുകൾ താനെ ജ്വലിക്കുന്നതാണ്. നഗരവാസികളെ ഈ വാർത്ത അമ്പരപ്പിച്ചു. ഈ അത്ഭുത പ്രകടനം കാണാൻ അവർ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. ഈ അഗ്നിപരീക്ഷയെ അതിജീവിക്കാൻ ഗായകന് ഒരിക്കലുമാവില്ലത്രേ. കഷ്ടം. താൻസൻ രാഗം ആലപിച്ചു തുടങ്ങിയതോടെ അന്തരീക്ഷം ചൂടുപിടിച്ചു തുടങ്ങി. സാവധാനം ചൂടുകൂടി. കേൾവിക്കാർ വിയർത്തു കുളിക്കാൻ തുടങ്ങി. മരങ്ങളിൽ നിന്ന് ഇലകൾ വാടിക്കരിഞ്ഞ് വീഴാൻ തുടങ്ങി. പാട്ടിൻ്റെ ശക്തിയേറിയതോടെ പക്ഷികൾ ചത്തുവീണു. നദീജലം തിളച്ചുമറിഞ്ഞു.
താൻസന്റെ ശരീരം ചുട്ടുപൊള്ളി, കണ്ണുകൾ ചുവന്നു കലങ്ങി. വിളക്കുകളിൽ താനെ അഗ്നി ആളുന്നതു കണ്ട് ആളുകൾ ഭയന്നു. ദീപകരാഗത്തിന്റെ തീവ്രശക്തിയാൽ താൻസന് വീർപ്പുമുട്ടി തുടങ്ങി. ഹോ, ഒരു മഴ പെയ്തെങ്കിൽ! ഈ സമയം പെൺകുട്ടികൾ സ്വയം മറന്ന് മേഘരാഗം പാടി. മെല്ലെ ആകാശമിരുണ്ടുവന്നു. ചൂടിനാൽ വരണ്ടുണങ്ങിപ്പോയ ഭൂമിയിലേക്ക് തുള്ളിക്കൊരു കുടമായി മഴ പെയ്തിറങ്ങി. എല്ലാം മറന്ന് താൻസൻ പുറത്തേക്കോടി. താൻസൻ 1 മാസത്തോളം കിടപ്പിലായിപ്പോയി. എനിക്ക് ചുട്ടുപൊള്ളുന്നോ, ചുറ്റും അഗ്നി ആളുന്നല്ലോ, അയ്യോ മഴ, മഴ, ഞാൻ എവിടെയാണ്? താൻസന്റെ ദുരവസ്ഥയിൽ മനം നൊന്ത ചക്രവർത്തി അദ്ദേഹത്തിനരികിലിരുന്ന് നിരന്തരം പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ താൻസനെ കാത്തുകൊള്ളണേ. താൻസനെ രക്ഷിച്ചാൽ പാവങ്ങൾക്ക് 11 നാൾ ഞാൻ ആഹാരം നൽകിക്കൊള്ളാം. മെല്ലെ താൻസൻ രക്ഷപ്പെട്ടു. നഗരമാകെ ആഹ്ലാദത്തിലായി. താൻസന്റെ ശത്രുക്കൾ ശിക്ഷിക്കപ്പെട്ടു. അക്ബറുടെ രാജധാനിയെ ഏറെ നാൾ താൻസൻ അത്ഭുതപ്പെടുത്തി. മിയാൻ കി മൽഹാർ തുടങ്ങിയ അനേക രാഗങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അക്ബറുടെ രാജധാനിയിലെ നവരത്നങ്ങളിലൊരാളായിരുന്ന താൻസൻ 1586 അന്തരിച്ചു. ഗ്വാളിയോറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന താൻസന്റെ ഓർമ്മകൾ സംഗീതത്തെ സ്നേഹിക്കുന്നവരെ ഇന്നും ആവേശം കൊള്ളിക്കുന്നു.